സരസ്വതി എ.എൽ. ശ്രീനിവാസന്റെ നിർമ്മാണത്തിൽ 1970 ഫെബ്രുവരി 6 പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് സരസ്വതി. രചന ടാഗോർ, തിരക്കഥയും ഗാനങ്ങളും തിക്കുറിശ്ശി, സംഗീതം ബാബുരാജ്, ഗായകർ യേശുദാസ്, സി.ഒ. ആൻഡോ, സീറോ ബാബു, എസ്. ജാനകി, പി. ലീല, എൽ.ആർ. ഈശ്വരി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രേം നസീർ, ഉണ്ണി; തിക്കുറിശ്ശി, ഗോകുലം ഗോവിന്ദപിള്ള; കെ. പി. ഉമ്മർ, വിക്രമൻ; ടി. എസ്. മുത്തയ്യ, മാനേജർ പണിക്കർ; അടൂർ ബാസി, നടനം നവരംഗം; ബഹദൂർ, ചെല്ലപ്പൻ; രാഗിണി, സരസ്വതി; വിജയലളിത, മധുബാല; മീന, മീനാക്ഷി. തമിഴിൽ പ്രദർശന വിജയം നേടിയ പെണ്ണിൻ പെരുമൈ എന്ന സിനിമയെ ആധാരമാക്കിയാണ് സരസ്വതി നിർമ്മിച്ചത്. നടി രാഗിണി വിവാഹശേഷം ഒരു ഇടവേള കഴിഞ്ഞ് ആദ്യം അഭിനയിച്ച ചിത്രവുമാണ് ഇത്. ക്യാമറ വി. ശെൽവരാജ്, സംവിധാനം തിക്കുറിശ്ശി സുകുമാരൻ നായർ. സ്വാർത്ഥയാണ് മീനാക്ഷി. അവരുടെ പുത്രൻ വിക്രമൻ. ഭർത്താവ് ഗോവിന്ദപിള്ള. ഗോവിന്ദപിള്ളയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട്, ഉണ്ണി. തൻ്റെ പുത്രന് ഗോവിന്ദപിള്ളയുടെ മുഴുവൻ അവകാശവും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ മീനാക്ഷി ഉണ്ണിക്ക് മയക്കുമരുന്ന് നൽകി ബുദ്ധി മന്ദീഭവിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗോവിന്ദപിള്ള വിവാഹം ചെയ്തത് തന്നെ ഉണ്ണിയെ വളർത്താനായിട്ടായിരുന്നു. എന്നാൽ ഉണ്ണിയുടെ ബുദ്ധി മീനാക്ഷി മന്ദീഭവിപ്പിച്ചത് ഗോവിന്ദപിള്ള അറിഞ്ഞതേയില്ല. മീനാക്ഷിയുടെ മകൻ വിക്രമൻ ദുശീലക്കാരനും ദുർവൃത്തനുമാണ്. അവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യക്കാരനുമാണ്. ഗോവിന്ദപിള്ളയുടെ കൃഷിക്കാരനാണ് പണിക്കർ. പണിക്കരുടെ ഏക പുത്രിയാണ് സരസ്വതി. സുന്ദരി മാത്രമല്ല, സുശീല കൂടിയാണ് സരസ്വതി. സരസ്വതിയെ മോഹിച്ച വിക്രമൻ ഒരു നാൾ ബലാത്കാരമായി അവളെ പിടികൂടാൻ ശ്രമിക്കുകയും അവളിൽ നിന്ന് അടി മേടിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഗോവിന്ദപിള്ള അതിൽ സന്തോഷിച്ചു, സരസ്വതിയെ അഭിനന്ദിച്ചു. അതുമാത്രമല്ല, വിക്രമനെ നേർവഴിക്ക് നടത്താൻ ഗോവിന്ദപിള്ള അവനെക്കൊണ്ട് സരസ്വതിയെ വിവാഹം കഴിപ്പിക്കാമെന്നായി. പണിക്കർക്കും സമ്മതം. സരസ്വതിക്ക് ഈ വിവാഹം ഇഷ്ടമായിരുന്നേയില്ല. എങ്കിലും കടുത്ത നിർബന്ധത്താൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ മീനാക്ഷി തൻ്റെ മകനെ കൃഷിക്കാരൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഒടുവിൽ ഗോവിന്ദപിള്ള ഉണ്ണിയെക്കൊണ്ട് സരസ്വതിയെ വിവാഹം കഴിപ്പിക്കുകയാണ് ഉണ്ടായത്. ഉണ്ണി മന്ദബുദ്ധിയാണെന്നറിഞ്ഞിട്ടും സരസ്വതി എതിർത്തില്ല. പണിക്കരുടെ ആവശ്യപ്രകാരം ഗോവിന്ദപിള്ള തൻ്റെ സ്വത്തെല്ലാം ഉണ്ണിക്കും സരസ്വതിക്കുമായി എഴുതി കൊടുത്തു. സരസ്വതിയുടെ സ്നേഹപൂർണമായ പരിചരണം, ചികിത്സ ഇവ കൊണ്ട് ഉണ്ണി പൂർണ്ണ ബുദ്ധിയുള്ളവനായി. ഹരിശ്രീ മുതൽ അവനെ അവൾ പഠിപ്പിച്ചു, അവനെ പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു. ഗോവിന്ദപിള്ള മരിച്ചു. വിക്രമനാകട്ടെ ഉണ്ണിയെയും സരസ്വതിയെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. മീനാക്ഷിയും ഇതിൽ അവൻ്റെ സഹായിയായി. സമാധാനം മാത്രം തനിക്ക് മതി എന്ന് കരുതിയ സരസ്വതി സ്വത്തുവകകൾ വിക്രമൻ്റെ പേരിൽ എഴുതി നൽകി. ഉണ്ണിയോടൊപ്പം തൻ്റെ കൊച്ചു വീട്ടിലേക്ക് താമസവും മാറി. സ്വത്തുക്കൾ ലഭിച്ച വിക്രമൻ മധുബാല എന്ന നർത്തകിയെയും അവളുടെ അമ്മയെയും നടനം നവരംഗം എന്ന അവളുടെ ശിങ്കിടിയെയും വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. മീനാക്ഷി ഇതിൽ എതിർപ്പ് പറഞ്ഞപ്പോൾ അവരെ അവൻ വീട്ടിൽ നിന്നും പുറത്താക്കി. ജീവിതം മുഴുവനും ഗോവിന്ദപിള്ളയ്ക്കും കുടുംബത്തിനും വേണ്ടി ഹോമിച്ച പണിക്കരെ തൽസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി നടനം നവരംഗത്തെ മാനേജരാക്കി. വിക്രമൻ തൻ്റെ കൃഷിക്കാരെയും കുടിയാന്മാരെയും കഠിനമായി ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനെതിരെ ഉണ്ണി സരസ്വതിമാരുടെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. തൻ്റെ കൊള്ളരുതായ്മകൾ ഇവർ ഉണ്ടെങ്കിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ വിക്രമൻ ഉണ്ണിയെ വധിക്കാൻ ശ്രമിച്ചു. സംഘട്ടനമായി. വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട മീനാക്ഷിക്ക് സരസ്വതി സ്വന്തം വീട്ടിൽ അഭയം നൽകിയിരുന്നു. സംഘട്ടനം നടക്കുമ്പോൾ അതിൽ മീനാക്ഷി ഇടപെട്ടു. അവളുടെ കയ്യാൽ തന്നെ വിക്രമൻ മരിച്ചു.